I'm here inside my house. This is my house, Sahadeva Mandira Molatiyammalam PO Mavelikara. I'm saying about how these criminals will be creating nasty fake stories actually about me. അപ്പം ഇതിങ്ങനെ ഞാനിവിടെ ഇവരിങ്ങനെ എന്നെക്കുറിച്ച് അനാവശ്യ കഥകളൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയാനും ഇവരിങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ അവരെ റെക്കോർഡ് ചെയ്തിടാനും തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ ചെയ്തതാണ്. കാരണം അവരുടെ കള്ളത്തരങ്ങളൊന്നും അറിയരുത്. കുറേ ആണുങ്ങളിങ്ങനെ വരിക, എന്നിട്ട് ഇങ്ങനെ പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഞാനാണ് എന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ ഏതൊക്കെയോ ആണുങ്ങൾ വരുന്നു, ആണുങ്ങൾ സംസാരിക്കുന്നു, അങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ ഇങ്ങനെയൊക്കെ കെട്ടിമറച്ചിരിക്കുന്നത്. അത്രയ്ക്ക് സീക്രസിയിൽ പല കള്ളമായിട്ടുള്ള കഥകളും പ്രചരിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെയാണ്. ഈ സദാനന്ദ മന്ദിരത്തിലെ ശ്രീലത എന്ന് പറയുന്ന വ്യക്തി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ആണുങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറിച്ചിത്തടി മണി അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുക, ഞാനുമായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ വരുത്തിയിട്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ എന്നെക്കുറിച്ച് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇന്നെന്ന് പറയുന്നത് January 2nd, 2026. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒന്നുമില്ല. ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാനിത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് എന്നെക്കുറിച്ചുള്ള അനാവശ്യമായ കഥകളാണ്. പക്ഷേ എനിക്ക് ഇവിടെ ക്യാമറയുണ്ട്. ഞാനിവിടെ അത് സമയാസമയം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ആരാണ് വരുന്നതെന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കും. അത് ഉറപ്പാണ്. അപ്പം ഞാൻ കോടതിയിൽ ഇത് കൊടുക്കുകയും ചെയ്യും. എന്നെക്കുറിച്ച് അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കുന്നു, എന്നെ കാണാൻ ആരാണ്ടൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ ഇതാക്കുന്നു. എൻ്റെ ക്യാമറ ഇതാണ് എൻ്റെ ഹോള്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് കോടതിയിൽ കൊടുക്കും. നമ്മളെക്കുറിച്ച് അങ്ങനെ അനാവശ്യ കഥകളൊന്നും വാണിഫ കഥകളൊന്നും ആരും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ജോലിയും തൊഴിലും ഒന്നും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അയാളെക്കുറിച്ച് ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ വന്നിരുന്ന് പ്രചരിപ്പിച്ച കഥകളൊക്കെ അറിയാം. ഇപ്പം എൻ്റെ എല്ലാം ഒന്നും കേൾക്കാനില്ല. അതുപോലെ കുറേ കഥകൾ എനിക്കറിയാം പറഞ്ഞു തരാൻ. അപ്പോൾ ആ കഥകളൊന്നും നമ്മളെക്കുറിച്ച് ഉണ്ടാക്കണ്ട. അപ്പോൾ ഇന്ന് വൈകിട്ടോടെ ഇത് കാണിക്കുമ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ കഥകൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സീക്രട്ടീവ് നേച്ചറാണ് ഇവർ. ഭയങ്കര ക്രിമിനൽ മൈൻഡഡാണ്. ഈ ഓപ്പൺനെസ് ആയിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ അത്ര പ്യുവറായിട്ടാണെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതങ്ങനെയൊന്നും അല്ല. ഇവരുടെ കഥകൾ ഫലിക്കാതെ വരുന്നത് കൊണ്ടാണ് ആരാണ് അവിടെ വരുന്നതെന്നും ഒന്നും അറിയരുത് എന്നൊക്കെയുള്ള ആ ഒരു ഗൂഢമായ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ക്രിമിനൽ മൈൻഡിൻ്റെ ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ക്രിമിനൽ മൈൻഡാണ് പ്രൂവ് ചെയ്യുന്നത്. ഇത് നമ്മളെന്തായാലും കോടതിയിൽ കൊടുക്കും. കാരണം എന്നെക്കുറിച്ച് ആരും കഥയുണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കോടതിയിൽ കുറേ കാര്യങ്ങളുണ്ട്. 2000 അന്ന് മുതൽ കുറേ എൻ്റെ എൻ്റെ അക്കൗണ്ടിലോട്ട് ആരൊക്കെ പൈസ അയച്ചോ ഇതൊക്കെ നമ്മൾ എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളനെ പിടിക്കാൻ പറ്റുമോ? അതിൽ കൂടെയൊക്കെ ഏതൊക്കെ അവന്മാരാണ് അഭിനയിച്ചതെന്നും എല്ലാം നമുക്ക് അറിയണമല്ലോ. അഭിനയിച്ചതും ഒക്കെ അവന്മാരെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും. ഞാൻ അയച്ചതാർക്കാണെന്നും ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഫോൺ പേയിലും എൻ്റെ അക്കൗണ്ടിലും ഉണ്ട്. അപ്പോൾ ഇവന്മാരാരൊക്കെയാണെന്നുള്ളത് നമുക്കറിയണം. ഏത് കള്ളന്മാരാണ് ഇതൊക്കെ നമ്മളെക്കുറിച്ച് അനാവശ്യമായ കഥകളൊക്കെ പ്രചരിപ്പിച്ചതെന്നുള്ളതൊക്കെ പുറത്തു വരണം. നമ്മളറിയാത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് പുറത്തു വരണമല്ലോ. ഇതങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കാമല്ലോ. നമ്മുടെ ക്യാമറയുണ്ട്, വർക്കിംഗ് ആണ്. ഒരു പുതിയ ക്യാമറകളാണ് എല്ലാം. അത്ര ഇതൊന്നും ഉള്ളതല്ല. എല്ലാം ന്യൂ ആണ്. പിന്നെ ഒന്ന് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനിയും അകത്തോട്ടിരിക്കുമ്പോഴെല്ലാം അതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രീതിയിൽ നല്ല ശരിക്ക് ക്യാമറാസ് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. നമ്മൾ ക്യാമറയുടെ ബെഡ്റൂമിൽ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഹോളും അങ്ങനെയൊക്കെയുള്ള കിച്ചണ് ഇപ്പോഴേ കവേർഡാണ്. അണ്ടർ CCTV ആണ്. കുറച്ച് എൻ്റെ സ്ഥലത്തും ഫിറ്റ് ചെയ്യും ഞാൻ ക്യാമറാസ് പഴയതുപോലെ തന്നെ. എന്നിട്ട് എനിക്കറിയണം എന്തൊക്കെ കള്ളക്കഥകളാണ് നമ്മളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? അതിനെതിരെ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. എന്നെക്കുറിച്ച് കണ്ടവരുടെയൊന്നും നമ്മൾ ഫേക്കായിട്ട് കല്യാണങ്ങളൊക്കെ കല്യാണം കഴിച്ചു എന്നൊക്കെ വരുത്തുക. അങ്ങനെ പല കാര്യങ്ങളാണ്. ഈ രാജമ്മ എന്ന് പറയുന്ന കള്ളിയെല്ലാം പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പെൻഷനാണ് എനിക്ക് അയച്ചു തരുന്നത്, അല്ലാതെ കണ്ടവൻ്റെ ഒന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ പെൻഷൻ്റെ കാർഡ് പ്രീതായസ് പണിക്കറിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് അവൾ എനിക്ക് അവിടെ കാശോ അല്ലെങ്കിൽ കണ്ട ആണുങ്ങളുടെ കാശോ ഒന്നുമല്ല. ഇന്നലെ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്ത് 30,000 വീതമാണ് എനിക്ക് കിട്ടുന്നത്. അത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. എല്ലായിടും ഫേസ്ബുക്കിലും സേവ് ചെയ്യുന്നുണ്ട്, ഇവിടെയും സേവ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയാണ് പോകുന്നതെന്നുള്ളത് പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ശരി എന്നെങ്കിൽ
ഐ ആം ഹിയർ അറ്റ് സഹദേവ മന്ദിരം, മോലേട്ടിയമ്പലം വ്യൂ, മാവേലിക്കര. എനിക്ക് 146 സെൻറ്റ് സ്ഥലമുണ്ട്, ഈ വീടുമുണ്ട്. ഇതൊക്കെ തട്ടിയെടുക്കാൻ പല പല രീതിയിലുള്ള ഇതൊക്കെ, അതൊന്നും നമ്മൾ സമ്മതിക്കത്തില്ല എന്തായാലും. അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. അതുപോലെ ഒരു